ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാക്കുകളെ നെഞ്ചേറ്റിയ മഹാപ്രതിഭ MTക്ക് വിട നൽകാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ട മലയാളം ഒന്നാകെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. മലയാളത്തെ സ്നേഹിച്ച് മലയാള സാഹിത്യത്തെ ആകാശത്തോളം ഉയർത്തിയ MT ഓർമ്മകളിൽ. MT വാസുദേവൻ നായർക്ക് ആദരമേകി മലയാളം. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. വാക്കുകളെ നെഞ്ചേറ്റിയ മഹാപ്രതിഭ MTക്ക് വിട നൽകാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ട മലയാളം ഒന്നാകെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. നിരവധി പ്രമുഖരും സാധാരണക്കാരും അന്തിമോപചാരം അർപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 10 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് MTയുടെ വിയോഗം. ഹൃദ്രോഗവും ശ്വാസതടസ്സവും അലട്ടിയിരുന്ന അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാരുടെ സംഘം ഏറെ പരിശ്രമിച്ചെങ്കിലും വിഫലമാവുകയായിരുന്നു. ബുധനാഴ്ച രാത്രി 10 മണിയോടെ വിടവാങ്ങിയ MTയുടെ ഭൗതികദേഹം വീടായ സിത്താരയിലെത്തിച്ചു. പൊതുദർശനം ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമൊരുക്കി. പ്രമുഖരെന്നോ പ്രശസ്തരെന്നോ ഭേദമില്ലാതെ MTയുടെ വാക്കുകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീട്ടിലെത്തി അന്ത്യനിദ്രയിലായ പ്രിയ കഥാകാരനെ കണ്ടു. പലരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. നടന്നുവന്ന വഴികളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ MT വഴികാട്ടിയവർ, വാക്കുകൾ കൊണ്ടും കഥകൾ കൊണ്ടും MT എന്ന അക്ഷര വെളിച്ചത്തെ പ്രണയിച്ചവർ, സ്വന്തം ജീവിതത്തിനും ഔദ്യോഗിക വൃത്തിയിലും MTയെ ഗുരുസ്ഥാനത്ത് നിർത്തിയവർ, വായിച്ചറിഞ്ഞതിലുമേറെ MTയുടെ ജീവിതത്തെ അടുത്തറിഞ്ഞവർ, ഇനിയൊരിക്കലും പ്രിയ കഥാകാരനെ കാണാൻ ഈ വീട്ടിന്റെ പടി കടക്കേണ്ടതില്ലെന്ന ദുഃഖം അവരിൽ തളം കെട്ടി. പ്രിയ കഥാകാരനെ യാത്രയാക്കുകയാണ് മലയാളം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയാളത്തെ സ്നേഹിച്ച മലയാള സാഹിത്യത്തെ ആകാശത്തോളം ഉയർത്തിയ MT ഓർമ്മകളിൽ. മലയാളത്തോട് കാലം ചേർത്തുവെച്ച MT എന്ന പേര് അനാദികാലം അങ്ങനെ തന്നെ നിലകൊള്ളും. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT മലയാള സാഹിത്യത്തിലെ ഇതിഹാസമാണ്. മലയാള സാഹിത്യത്തെ കേരളക്കരയിലും കടലുകൾ കടന്നും കൊണ്ടുപോയ മഹാപ്രതിഭ. ചെറുകഥകളും നോവലുകളും സിനിമകളും നാടകങ്ങളും ബാലസാഹിത്യങ്ങളുമെല്ലാം സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ പരിച്ഛേദങ്ങൾ. കൂടല്ലൂർ എന്ന സ്വന്തം ഗ്രാമം, ഗ്രാമീണർ, സ്വന്തം തറവാട്ടിലെ ജീവിതങ്ങൾ, അനുഭവങ്ങൾ, എല്ലാ കഥകളും കഥാപാത്രങ്ങളായി മലയാളിക്ക് മുന്നിൽ വരച്ചിട്ട MT. കൂടല്ലൂരിൽ ജനിച്ചെങ്കിലും ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടുകാരനായി. MTയെക്കുറിച്ചുള്ള വർണ്ണനകൾ എപ്പോഴും അപ്രസക്തമാണ്. MT എഴുതിയതും അതിലൂടെ മലയാളികൾ അനുഭവിച്ചതും വർണ്ണനാതീതവുമാണ്. കർമ്മമേഖലയിൽ ജ്ഞാനപീഠം ഉൾപ്പെടെ അനവധി പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ. മലയാളത്തിന് സ്വന്തമായ MT എന്ന ആ രണ്ടക്ഷരം ഓർമ്മയിലേക്ക് മായുകയാണ്. എഴുതിയതിലുമേറെ എഴുതാൻ ബാക്കി വെച്ചാകണം അദ്ദേഹത്തിന്റെ മടക്കം. ദാരിദ്ര്യത്തിന്റെ കയ്പ്, വിശപ്പിന്റെ കണ്ണീർ, പ്രണയത്തിന്റെ നൊമ്പരങ്ങൾ, സ്നേഹത്തിന്റെ പങ്കിടലുകൾ എല്ലാം മലയാളിക്ക് പകർന്നു നൽകിയ ആ പ്രതിഭയുടെ സിംഹാസനം ഒഴിഞ്ഞുകിടക്കും മലയാളം ഉള്ളിടത്തോളം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MT വാസുദേവൻ നായർക്ക് ആദരമേകി മലയാളം. സിനിമ, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ വീട്ടിലെത്തി. അവരുടെ ഓർമ്മകളിലേക്ക്. മനുഷ്യകുലം ഉള്ളിടത്തോളം കാലം അദ്ദേഹം സ്മരിക്കപ്പെടും. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ജീവിക്കും. അദ്ദേഹത്തിന് കേരള നിയമസഭ കഴിഞ്ഞ വർഷത്തെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മരണം കേരളത്തിലല്ല ലോക സാഹിത്യത്തിന് നഷ്ടമാണ്. കൊളോസസ് എന്നൊരു വാക്ക് അക്ഷരാർത്ഥത്തിൽ പ്രയോഗിക്കുന്ന
സാഹിത്യകാരനാണ് ടി വാസുദേവൻ. എം ടി സാറിൻ്റെ 8 ചിത്രങ്ങൾ അഭിനയിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി. അതിൽ ഓരോന്നും പഠനാനുഭവങ്ങളായിരുന്നു. ആദ്യമൊക്കെ ചെറിയ പ്രായമായതുകൊണ്ട് അത് അനലൈസ് ചെയ്യാനുള്ള ഒരു പക്വത ഒന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് ആ ചിത്രങ്ങളൊക്കെ കാണുമ്പം നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണ്. ആസ് എൻ ആർട്ടിസ്റ്റ് എത്രത്തോളം പഠിക്കാൻ കഴിഞ്ഞു. എന്നും ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് എം ടി സാറിനൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ എവിടെ കണ്ടാലും മക്കളോടുള്ള വാത്സല്യം, ആ അനുഗ്രഹം തന്നെയാണ് ഞങ്ങളുടെ ശക്തി. ഇന്നും ഒരു പ്രചോദനവും. ഇപ്പോൾ ഫിസിക്കലി എം ടി സാർ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ബ്ലെസ്സിങ്സ് എന്നും ഞങ്ങളെ ഗൈഡ് ചെയ്യും. പക്ഷെ ഞാനീ പറഞ്ഞ പോലെ ആ സാറ് സ്പിരിച്വലി ഞങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. തിരക്കഥകൾക്ക് 22 സംസ്ഥാന അവാർഡുകളും 6 ദേശീയ പുരസ്കാരങ്ങളും, സാഹിത്യത്തിന് ഭാരതത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനപീഠം പുരസ്കാരവും അദ്ദേഹത്തെ തേടി ചെല്ലുകയായിരുന്നു. പകരം വയ്ക്കാൻ ആളില്ലാത്ത വ്യക്തി എന്നൊക്കെ ഒട്ടും ആലങ്കാരികമല്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മൗനം തന്നെ ഏറ്റവും വാചാലമാണ്. മൗനത്തിനൊരു വ്യാഖ്യാനം നൽകാൻ ശ്രമിച്ചാൽ അല്ല ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹത്തിന്റെ മൗനത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഉന്നത്തിൽ കുഞ്ഞെന്നുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ ബേപ്പൂരിലെ കാൻഡിഡേറ്റായി വരുമ്പോൾ ഞാൻ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിലൊരാളാണ്. ആ സമയത്ത് പുനത്തിൽ കുഞ്ഞത്തിൽ എഴുതിയിട്ടുള്ളത് എം ഡിയോട് ചോദിച്ചു. എം ഡി പറഞ്ഞു, നിങ്ങൾ ആ പാർട്ടിയിലേക്ക് പോകുന്നതിനൊന്നും എനിക്ക് യോജിപ്പില്ല, പക്ഷെ അതിൽ ഇങ്ങനെ ഒരാളെ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് നല്ലവനായ ഒരു മനുഷ്യനുണ്ട് അതിൽ എന്ന് പറഞ്ഞു. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വ്യക്തിപരമായി ആർദ്രമായ വാക്കുകളിലൂടെ മനുഷ്യന്റെ ഹൃദയവേദന ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അതൊരു സ്വന്തം ഹൃദയവേദനയായി വ്യാഖ്യാനിച്ച് അനുവാചകനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഉയർത്തുന്ന ഒരു അസാധാരണമായ എഴുത്തു ശൈലിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു ബന്ധം ഔപചാരികമായി ഔദ്യോഗികമായി പറയാനുണ്ടെങ്കിൽ ഉള്ളത്. അപ്പം ഞാനൊരു ആരാധകനും അദ്ദേഹം ഒരു മഹാമനുഷ്യനുമാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ബന്ധം, സൗഹൃദം എന്ന് പറയുന്നത് പ്രയോഗിക്കാൻ കഴിയുന്ന ഉചിതമായ വാക്കാണോ എന്ന് എനിക്കറിയില്ല. കോഴിക്കോട്ട് അദ്ദേഹം ജനിച്ചില്ല, ഞാനും ജനിച്ചില്ല. പക്ഷേ കോഴിക്കോട്ടുകാരനായി ജീവിച്ച് കോഴിക്കോടൻ വിചാരവികാരങ്ങളെ മലയാളി മനസ്സിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു വലിയ യത്നം, ഇടപെടൽ അദ്ദേഹം തൻ്റെ രചനകളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. എം ടി അധികം സംസാരിക്കില്ലെങ്കിലും എം ടിയുടെ ഓരോ ചലനവും നമുക്കൊരു സന്ദേശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ തീർച്ചയായും ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും ഒരുമിച്ച് കാണിക്കുന്നതാണ്. സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും സമൂഹത്തിന് മുമ്പാകെ അദ്ദേഹം ദീർഘകാലമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നമുക്ക് എം ടി കേരള രാജ്യത്തിലെല്ലാം ഇന്ത്യയിലെ മൊത്തം ഒരു പേഴ്സണാലിറ്റിയാണ്. നമുക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഒരു കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ കാര്യത്തിൽ ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഫാമിലിയിലെ ഏത് സൂട്ടബിൾ ആണെങ്കിൽ അത് നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷേ നമുക്ക് എല്ലാവരും അറിയാം, ഒരുപാട് സ്നേഹമുണ്ട് ജനങ്ങൾക്ക്. അത് നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഫാമിലിയിൽ ഏത് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ നമുക്ക് എൻഷുർ ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 ഇയേഴ്സ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ക്രിസ്മസ് പങ്കുവെക്കലിന്റെ വലിയ
ഉത്സവമാണെന്നും സ്നേഹം പങ്കുവയ്ക്കുമ്പോഴാണ് സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതെന്നും കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. വിസ്മയങ്ങളുടെ ദൈവത്തെ ജീവിതാനുഭവമാക്കുമ്പോഴാണ് ക്രിസ്മസ് ആഘോഷം അർത്ഥവത്താകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്നേഹത്തിന്റെ സംസ്കാരം നമുക്കിടയിൽ വളരണമെന്നും സാഹോദര്യവും ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ ആഘോഷങ്ങൾക്ക് കഴിയുമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. മറ്റു ജനങ്ങളിലൊക്കെ ഉണ്ടാകണം. എല്ലാവരും അംഗീകരിക്കാൻ കഴിയുന്ന നമ്മുടെ നാട് ബഹുസ്വരത ഇഷ്ടപ്പെടുന്ന രാജ്യമാണ്. അത് മാത്രമല്ല, ഈ ബഹുസ്വരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമാണ്. അത് അംഗീകരിച്ച് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലൊരു കർത്തവ്യം, സ്നേഹത്തിന്റെ ഒരു സംസ്കാരം നമുക്ക് ചുറ്റും നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് രൂപതാ വികാരി ജനറൽ ജെൻസൺ പുത്തൻവീട്ടിൽ, PRD ഡെപ്യൂട്ടി ഡയറക്ടർ KT ശേഖർ, പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റുമാരായ കമാൽ വരദൂർ, M ഫിറോസ് ഖാൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PK സജിത്ത്, ജോയിന്റ് സെക്രട്ടറി PV ജോഷില തുടങ്ങിയവരും സംസാരിച്ചു. കലാപരിപാടികൾ, കേക്ക് മുറിക്കൽ, കേക്ക് വിതരണം, ക്രിസ്മസ് വിരുന്ന് എന്നിവയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പോലീസിന്റെ മാധ്യമ വേട്ടയ്ക്കെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. മാധ്യമം ലേഖകൻ അനിരു അശോകന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തിനെതിരെയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള പോലീസ് കടന്നുകയറ്റത്തിനെതിരെയും കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടേണ്ട ഉറവിടങ്ങൾ ഇല്ലാതാക്കാമെന്നും നിയന്ത്രിക്കാമെന്നും കരുതുന്നത് ഫാഷിസ്റ്റ് മനോഭാവമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉറവിടം നമ്മൾ വ്യക്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു വാർത്തയും ഇനി കണ്ടെത്തേണ്ട, ഒരു വാർത്തയും ഇനി പ്രസിദ്ധീകരിക്കേണ്ട എന്നാണ് അതിന്റെ അർത്ഥം. ഉറവിടം കണ്ടെത്തി അതിനെ ഒരു വലിയ ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്നതോടുകൂടി പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും കിട്ടേണ്ട സോഴ്സ് ഇല്ലാതെയാക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതിലൂടെ എസ്റ്റാബ്ലിഷ്മെന്റിന് എതിരെയുള്ള വാർത്തകളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു ഫാഷിസ്റ്റ് മനോഭാവമാണ് പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധ പരിപാടിയിൽ KUWJ ജില്ലാ പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് കമാൽ വരദൂർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M ഫിറോസ് ഖാൻ, KA സൈഫുദ്ദീൻ, ജില്ലാ സെക്രട്ടറി PK സജിത്ത്, വൈസ് പ്രസിഡന്റ് A ബിജുനാഥ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വ്യത്യസ്ത ഭക്ഷണക്കൂട്ടം കലാവിരുന്നുമായി ദേശീയ ഗോത്രോത്സവം നേറതിങ്കയ്ക്ക് തുടക്കം. മഹാരാഷ്ട്ര, തമിഴ്നാട്, കേരളം, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാപ്രദർശനങ്ങളും ഭക്ഷണ രീതികളും ചികിത്സാ രീതികളുമാണ് ആകർഷണം. കിർത്താഡ്സിന്റെ നേതൃത്വത്തിൽ 30 വരെയാണ് ഉത്സവം. ഗോത്ര ഭക്ഷണപ്പുരയുടെ കൂട്ടിൽ ഉച്ചാൽ ഭക്ഷ്യോത്സവം, ക്യാംല കരകൗശല ഉത്സവം, നിറബരെ ചിത്രപ്രദർശനം, വെള്ളിബാനെ സാഹിത്യ സദസ്സ്, വംശീയ വൈദ്യന്മാരുടെ ക്യാമ്പ്, നൃത്തകലാ ഉത്സവം തുടങ്ങിയ പരിപാടികൾ 7 ദിവസങ്ങളിലായി നടക്കും. ഭക്ഷണപ്പുരയിൽ ചാമ ഉപ്പുമാവ്, കഞ്ഞി, തേൻ നെല്ലിക്ക, നെല്ലിക്ക ചമ്മന്തി, മുളങ്കൂമ്പ് അച്ചാർ, മുളയരി വിഭവങ്ങൾ എന്നിവയും ലഭ്യമാണ്. മഹാരാഷ്ട്രയിലെ കോലി മഹാദേവ ഗോത്രവും തമിഴ്നാട്ടിലെ തോട ഗോത്രവും ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഓറോൺ ഗോത്രവും അവരവരുടെ രുചി അറിവുകളുമായി ഗോത്രോത്സവത്തിൽ എത്തിയിട്ടുണ്ട്. ചേവായൂർ കിർത്താഡ്സിൽ ആരംഭിച്ച നിറതിങ്ക ദേശീയ ഗോത്രോത്സവം മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അവരെ ഇതിലെന്ന് ശരിക്കും പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ പറയുമ്പോഴും
അറിയാതെ എവിടെയോ ഒരു കത്തനുണ്ടല്ലേ, അവർ ഇവർ എന്ന് നമ്മൾ പറയുമ്പോൾ ആ കത്തൻ പാടില്ലാത്തതാണെങ്കിലും കാലം നമ്മളറിയാതെ നമ്മുടെ ഇടയിൽ ഒരു വലിയ മതിലോ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു വലിയ ചാക്കോ വെച്ച് നമ്മൾ എന്ന് പറയുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുന്നു, അവരെ വിലക്കുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൗൺസിലർ വി പ്രസന്ന അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഡോക്ടർ എസ് ബിന്ദു, കൗൺസിലർ PN അജിത, ഡോക്ടർ KS പ്രദീപ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് സപ്തദിന സഹവാസ ക്യാമ്പ് നടത്തി. പൂമരം എന്ന പേരിൽ നടന്ന ക്യാമ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്ന ആശയമാണ് ക്യാമ്പിൽ നടപ്പിലാക്കുന്നത്. സുഹൃത കേരളം, കൂട്ടുകൂടി നാട് കാക്കാം, സ്നേഹ സന്ദർശനം, അഗ്രി വളണ്ടിയർ, ഹരിത സമൃദ്ധി, മൂല്യനിർമ്മാണം, സൃഷ്ടിപരതയിലൂടെ, സത്യമേവ ജയതേ, ഡിജിറ്റൽ ലിറ്ററസി, സുസ്ഥിര ജീവിതശൈലി, പുസ്തകപ്പയറ്റ്, തനത് പ്രവർത്തനങ്ങൾ എന്നിവയാണ് ക്യാമ്പിൽ നടപ്പിലാക്കുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും സന്തോഷകരമായ അവധിക്കാലം, ആ അവധിക്കാലം സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ഇവിടെ സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട്. അതിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിച്ചു. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒട്ടേറെ പദ്ധതികളാണ് NSS എടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫറൂഖ് ഗവൺമെന്റ് ഗണപത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഫറൂഖ് നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് C ഷിജു, T രാധാഗോപി, NSS സൗത്ത് ജില്ലാ കോർഡിനേറ്റർ ഫൈസൽ MK, NSS പ്രോഗ്രാം ഓഫീസർ നസീമ PT, കൗൺസിലർ K കമറുല്ലൈല, KTA മജീദ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഇനി ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മടവൂർ പാലസ് ഇവന്റ് ആൻഡ് കൺവെൻഷൻ സെന്റർ നാടിന് സമർപ്പിച്ചു. ഉദ്ഘാടനം സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മടവൂർ CM മഖാം ഓർഫണേജ് കമ്മിറ്റിക്ക് കീഴിൽ ആരംഭിച്ച മടവൂർ പാലസ് ഇവന്റ് ആൻഡ് കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നാടിന്റെ ആഘോഷമായി. പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ MK മുനീർ MLA അധ്യക്ഷത വഹിച്ചു. VIP ഹാളിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ചാരിറ്റി ഫണ്ട് കൈമാറ്റം അഡ്വക്കേറ്റ് PTA റഹീം MLA നിർവഹിച്ചു. വെബ്സൈറ്റ് ലോഞ്ചിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സന്തോഷ് മാസ്റ്റർ നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി U ഷറഫുദ്ദീൻ, MA റസാഖ് മാസ്റ്റർ, മാമ്പറ്റ ശ്രീധരൻ, KC അബു, TP ജയചന്ദ്രൻ മാസ്റ്റർ, PK നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് സ്വാഗതമേകി ഭിന്നശേഷി വിദ്യാർത്ഥികൾ ബീച്ചിൽ അവതരിപ്പിച്ച ഗാനമേളയും ചിത്രം വരയും ശ്രദ്ധേയമായി. കുട്ടികളുടെ പാട്ടിന് ജില്ലാ കളക്ടറും ഗിറ്റാർ വായിച്ച് അകമ്പടിയേകി. ക്രിസ്മസ് ദിനത്തിൽ വൈകിട്ട് 6-ന് നടന്ന ഗാനമേള മൽഹാർ ബാൻഡിൽ ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നുമുള്ള 13 വിദ്യാർത്ഥികൾ പാട്ടുപാടി ആഘോഷമാക്കി.
പരിപാടി ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും അദ്ദേഹം വിതരണം ചെയ്തു. സർവശിക്ഷ കേരള ജില്ലാ കോർഡിനേറ്റർ AK അബ്ദുൽ ഹക്കീം, ജില്ലാ പ്രോഗ്രാം ഓഫീസർ VT ഷീബ, ഡയറ്റ് പ്രിൻസിപ്പാൾ UK അബ്ദുൽ നാസർ എന്നിവരും സംബന്ധിച്ചു. വൈകിട്ട് നടന്ന ചിത്രം വര ബിഗ് ക്യാൻവാസിൽ 25 ഭിന്നശേഷി വിദ്യാർത്ഥികളും അവരെ പരിശീലിപ്പിക്കുന്ന SSKയിലെ 25 അധ്യാപകരും പങ്കെടുത്തു. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ TK ഉദ്ഘാടനം നിർവഹിച്ചു. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ VT ഷീബ, ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ AK അബ്ദുൽ ഹക്കീം, ഹരീഷ് V, BPCമാരായ സജീവൻ, പ്രവീൺ കുമാർ V എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് ധൂർത്താണെന്നാരോപിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. ബേപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബേപ്പൂർ ടൗണിൽ ധർണ നടത്തി. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ അഴിമതിക്കും ധൂർത്തിനുമെതിരെ ബേപ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ബേപ്പൂർ അങ്ങാടിയിൽ ബഹുജന പ്രതിഷേധ ധർണ നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. CPMന്റെ അകത്ത് എല്ലാവരും കള്ളർമാരെപ്പോൾ ഞങ്ങൾക്കില്ല. നല്ലവരായ നിസ്വാർത്ഥരായ കമ്മ്യൂണിസ്റ്റുകാർ അപ്പുറം പാർട്ടിയിലുണ്ട്, നാടിൽ സ്നേഹിക്കുന്നവരുണ്ട്, അവരോട് ഞങ്ങൾക്ക് ബഹുമാനാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നത്തെ പാർട്ടി ഈ റിയാസ് മന്ത്രിനെ പോലത്തെ ആളുകളുടെ കയ്യിലായി. അതോടുകൂടി CPIM എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണരൂപം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റായിരുന്നെങ്കിൽ റിയാസ് മന്ത്രി 3 കൊല്ലം CPMന്റെ മന്ത്രിയോടുകൂടി CPIMന്റെ പൂർണ്ണരൂപം കമ്മീഷൻ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റായി. എല്ലാത്തിനും കമ്മീഷൻ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് തിരുവച്ചിറ അധ്യക്ഷത വഹിച്ചു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സനോജ് കുരുവട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ P കുഞ്ഞുമൊയ്തീൻ, M ധനീഷ് ലാൽ, ജോബിഷ് പിലാക്കാട്ട്, ഷാജി പറശ്ശേരി, മഹിളാ കോൺഗ്രസ് ഫറൂഖ് ബ്ലോക്ക് പ്രസിഡന്റ് സജിന, N അയ്യപ്പൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ഫറൂഖ് യൂണിറ്റ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. മത്സരത്തിൽ MVR സ്ട്രൈക്കേഴ്സ് വിജയികളായി. നല്ലൂർ ഫിഫ ട്രഫ് ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല സഹകരണ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് KCEU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി MK ശശി ഉദ്ഘാടനം ചെയ്തു. ഫറൂഖ് യൂണിറ്റ് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ അശ്വിൻ, C ഷിജു, N രാജീവൻ, T കുഞ്ഞിമരക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിജയികൾക്ക് 15,000 രൂപ പ്രൈസ് മണിയും ട്രോഫിയും, രണ്ടാം സ്ഥാനക്കാർക്ക് 7,500 രൂപ പ്രൈസ് മണിയും ട്രോഫിയും സമ്മാനമായി നൽകി. ടൂർണമെന്റിൽ MVR സ്ട്രൈക്കേഴ്സ് വിജയികളായി. 3-നെതിരെ 5 ഗോളുകൾക്ക് കരുവൻതുരുത്തി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാക്കുകളെ നെഞ്ചേറ്റിയ മഹാപ്രതിഭ MTക്ക് വിട നൽകാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ട മലയാളം ഒന്നാകെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. മലയാളത്തെ സ്നേഹിച്ച് മലയാള സാഹിത്യത്തെ ആകാശത്തോളം ഉയർത്തിയ MT ഓർമ്മകളിൽ. MT വാസുദേവൻ നായർക്ക് ആദരമേകി മലയാളം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.